സർ, നമ്മൾക്കറിയാം ഇപ്പോ മറ്റൊരു ആരോപണമാണ് SDP അടക്കമുള്ള വർഗീയ പാർട്ടികൾ, അതല്ലെങ്കിൽ രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയുമായി തോൾ ചേർന്നുകൊണ്ട് അവരൊരു നോട്ടീസ് വിതരണം ചെയ്തതിന്റെയൊക്കെ കൃത്യമായുള്ള ചിത്രസഹിതമൊക്കെ ഈ നോട്ടീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന SDP പ്രവർത്തകരുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇടതും വലതും തമ്മിൽ, കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതാണ് SDP വോട്ട് നേടിയിട്ടാണ് ജയിച്ചെന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് കോൺഗ്രസ് കൊടുക്കുന്ന മറുപടി അബ്ദുൽ നാസർ മദനിയെ വേദിയിൽ പിടിച്ചിരുത്തിയ പിണറായി വിജയന്റെ പാർട്ടിയാണോ ഇത് പറയുന്നത് മറുപടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സാറ് പറഞ്ഞതിൽ വന്നിട്ടുണ്ട് അത് ഈ വർഗീയ ധ്രുവീകരണം അവരത് മുതലാക്കിക്കൊണ്ട് ഈ 5ലധികം വരുന്ന സംഘടനകൾ ഒറ്റയ്ക്ക് കുത്തി എന്നുള്ളത്. എന്നിരുന്നാലും BJP സംബന്ധിച്ച് അത് അഭിമാനത്തോടു കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ പറയാം? അതായത് മുസ്ലിം ഭീകരവാദികളോട് തുറന്ന സഖ്യം ചെയ്യുന്നതിൽ കോൺഗ്രസിനും CPM-നും യാതൊരു മടിയുമില്ല. അതിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ നേരത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കവചം, ഒരു മറയാണ് BJP വിരോധം. പൊതുവെ അവർ പറയുമല്ലോ, BJP-യും മുസ്ലിം തീവ്രവാദി RSS-ഉം മുസ്ലിം തീവ്രവാദി സംഘടനകളും BJP-യും SDP-യും ഒരുപോലെയാണ്, ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. പക്ഷെ അവിടെ ഓർക്കുക, ഇന്ത്യൻ പട്ടാളത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടുകയും ഇന്ത്യയിലെ കോടതികളെ വിശ്വാസമില്ല എന്ന് പറയുകയും ഇന്ത്യ ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിരോധിക്കപ്പെട്ടതും അല്ലാത്തതുമായ തീവ്രവാദ സംഘടനകളുടെ നിലപാട് RSS-ന്റെയോ BJP-യുടെയോ നിലപാടല്ല. RSS-ഉം BJP-യും തികഞ്ഞ ദേശസ്നേഹ സംഘടനകളാണ്. അവരൊരിക്കലും രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കില്ല. അവരൊരിക്കലും മതത്തിന്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിക്കാൻ സമ്മതിക്കുകയുമില്ല. പക്ഷെ LDF, UDF, കോൺഗ്രസും CPM-ഉം കേരളത്തിൽ ഏത് ഇസ്ലാമിക തീവ്രവാദി സംഘടനകളോടും സഖ്യം ചെയ്തുകൊണ്ട്, പരസ്യമായി സഖ്യം ചെയ്തുകൊണ്ട് അവര് ജയിക്കാൻ തയ്യാറാണ്. കാരണം മറുവശത്ത് BJP നിൽക്കുന്നു എന്ന് ഭയപ്പെടുത്തലാണ്. ഞങ്ങൾ ഇത് ചെയ്യുന്നത് BJP വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തീവ്രവാദികളെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് വോട്ട് ചെയ്ത് തരണം. അതുകൊണ്ട് ഞങ്ങൾ തീവ്രവാദമാണോ അല്ലയോ എന്ന് നോക്കുന്നില്ല. ഏറ്റവും വലിയ തീവ്രവാദി BJP ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് SDPI-യോട്, വെൽഫെയർ പാർട്ടിയോട്, PDP-യോട്, INL-നോട്, ജമാഅത്തെ ഇസ്ലാമിയോട് എല്ലാവരോടും കൂട്ടുകൂടാം. അത് ചെയ്തില്ലെങ്കിൽ ഇതാ BJP അധികാരത്തിൽ വരാൻ പോകുന്നു. ഈ ഭയമാണ് കേരളത്തിൽ അവർ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദി സംഘടനകളോട് തുറന്ന സഖ്യമുണ്ടാക്കിയ CPM-ഉം കോൺഗ്രസുമാണ് ഈ വിജയത്തിൽ BJP അട്ടിമറിക്കാൻ വേണ്ടി രാജ്യവിരുദ്ധമായ, രാജ്യദ്രോഹപരമായ, ദേശവിരുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിയതും ജയിച്ചതും. സാറേ, അതുപോലെ നമ്മൾക്കറിയാം ഇപ്പോ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മെട്രോമാൻ ശ്രീധരൻ സാർ നിന്നത് നമ്മൾക്കറിയാം. ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ ആ പ്രായം, പക്വത, ആ ഒരു പോപ്പുലാരിറ്റി, ഇതൊക്കെ വെച്ചുകൊണ്ട് വന്ന വോട്ടിംഗ് ശരാശരിയും കൃഷ്ണകുമാർ ജിയുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വോട്ടിങ്ങില് വോട്ട് കഴിഞ്ഞ തവണത്തെ ശ്രീധരൻജിയെ മാറ്റി വെച്ചാൽ അതിനു മുമ്പ് നടന്ന നിയമസഭാ ഇലക്ഷനും ഇപ്പോൾ ഈ പറയുന്ന കൃഷ്ണകുമാർ ജി നിന്ന ഈ ഇലക്ഷൻ തമ്മിലുള്ള ആ വോട്ടിംഗ് ശരാശരിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് പലർക്കിടെ ഒരു വേവലാതി, നമ്മുടെ വോട്ട് ചോർന്നു എന്നുള്ളത്. അങ്ങനെയുണ്ടോ സത്യത്തിൽ? ഇവിടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആരും പറയുന്നില്ലല്ലോ. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിലെ കുറവിനനുസരിച്ചുള്ള കുറവ് മാത്രമാണ് BJP-ക്ക് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മെട്രോ ശ്രീധരൻ അദ്ദേഹം മത്സരിക്കുന്ന സമയം പൊതു തെരഞ്ഞെടുപ്പാണ്, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. പൊതു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BJP-ക്ക് മുൻതൂക്കം ഉണ്ടാവുകയോ അദ്ദേഹം വിജയിച്ച് അസംബ്ലിയിൽ എത്തുകയോ ചെയ്താൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റാനും അതിൽ നിർണായകമായ പങ്ക്, സ്വാധീനം ചെലുത്താൻ മെട്രോ ശ്രീധരന് സാധിക്കുമെന്നുള്ളത് കൊണ്ടും കൂടി ആ തിരഞ്ഞെടുപ്പില് സ്വാഭാവികമായും BJP അനുഭാവികളല്ലാത്തവരും CPM-ലും കോൺഗ്രസിലും നിൽക്കുന്നവർ പോലും മെട്രോ ശ്രീധരന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. മറ്റൊന്ന്, അത് അസംബ്ലിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അസംബ്ലിയുടെ ഭാവിയെ ബാധിക്കുന്നില്ല, നിലവിലുള്ള സർക്കാരിന്റെ നയങ്ങളെ ബാധിക്കുന്നില്ല, യാതൊരു രാഷ്ട്രീയ പരിവർത്തനവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അനുഭാവികളായിട്ട് അന്ന് വോട്ട് ചെയ്തവരുടെ വോട്ട് അതേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വീണിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പൊതുവായിട്ട് 5% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്.
മെട്രോ ശ്രീധരൻ മത്സരിക്കുമ്പോൾ പൊതുവെ അവിടെ പോൾ ചെയ്തത് 75% വോട്ടാണെങ്കിൽ ഇത്തവണ അത് 70% വീണു. 5% കുറവ് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് കുറവും കൂടി പരിഗണിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും അവിടെ ബി ജെ പിക്ക് യാതൊരു ക്ഷീണവും പറ്റിയിട്ടില്ല. വോട്ട് കൃത്യമായി കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അസംബ്ലി സ്ട്രാറ്റജിയും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും ഒരുപോലെ എടുത്ത് ഉപയോഗിക്കുന്നതിൽ ബി ജെ പിക്ക് ഇനിയും പഠിക്കാനുണ്ട്. അത് പഠിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ തന്നെ വിജയിക്കുമായിരുന്നു. അതിൽ 1-2 കാര്യം കൂടി ഞാൻ കൃത്യമായി പറയാം. അതായത് വോട്ട് ചേർക്കൽ. ബി ജെ പി വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ അത് പരക്കെ ചേർത്തിട്ടുണ്ടോ? ബി ജെ പിയുടെ സ്വാധീനമുള്ള മേഖലയിൽ മാത്രമാണോ വോട്ട് ചേർത്തത്? 2, വോട്ട് ചേർത്താൽ മാത്രം പോരാ, അത് വീടുകളിൽ നിന്ന് കൊണ്ടുപോയി ബൂത്തുകളിൽ ചെയ്യിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് ശക്തമായ സംവിധാനങ്ങളും സ്വാധീനവും ഉണ്ട്. എന്നാൽ പിരായിരി പഞ്ചായത്തിലോ കണ്ണാടി പഞ്ചായത്തിലോ മാത്തൂർ പഞ്ചായത്തിലോ ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ ബൂത്തുകളിലും വീടുകളിൽ പോയി വോട്ടർമാരെ കൊണ്ടുവന്ന് ബൂത്തിൽ വോട്ട് ചെയ്യിക്കാൻ മാത്രമുള്ള, സ്ക്വാഡ് വർക്ക് ചെയ്യാൻ മാത്രമുള്ള അടിസ്ഥാന പ്രവർത്തകർ ഓരോ ബൂത്തിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. യു ഡി എഫിനും എൽ ഡി എഫിനും ഉള്ള അത്ര പ്രാദേശിക പ്രവർത്തകർ, ഓരോ ബൂത്തുകളിലും പ്രവർത്തിക്കാനുള്ള പ്രവർത്തകർ പ്രാദേശിക തലത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പുറത്തുനിന്ന് വരുന്ന പ്രവർത്തകരുണ്ടാവും. അവരൊക്കെ ഇലക്ഷന്റെ പ്രചരണം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോയേ പറ്റൂ. അവരവിടെ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം കണ്ടതുകൊണ്ടോ റോഡിൽ നടക്കുന്ന ഓളവും പ്രചരണ കോലാഹലങ്ങളും അല്ലെങ്കിൽ സമാപനവും കലാശക്കൊട്ടും ഒക്കെ കണ്ടാൽ ബി ജെ പി ആണ് 1-ാം സ്ഥാനത്ത്. കാരണം ആ കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വലിയൊരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഓരോ വീട്ടിലും ഇരിക്കുന്ന വോട്ട് ഓരോ ബൂത്തിലും കൊണ്ടുപോയി ചെയ്യിക്കാൻ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്യാനുള്ള പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും എണ്ണം യു ഡി എഫിനോടും എൽ ഡി എഫിനോടും താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പി വളരെ വളരെ പുറകിലാണ്. ഈ ഒരു വാസ്തവം കണ്ണു തുറന്ന് കണ്ടാൽ, അത് പരിഹരിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത തവണ ബി ജെ പി വൻ മുന്നേറ്റത്തോടെ പാലക്കാട് പിടിക്കാൻ സാധിക്കും.